പണ്ടത്തെ രീതിക്കാണെങ്കിൽ അതില്ല. എന്റെ കൂടെ ഒരുപാട് പ്രായമായിരിക്കും കൂലി കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കൂലി പെരുമാറുന്ന രീതിയിലാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ഈ ഡയലോഗ് വരില്ല. അങ്ങനെയല്ല സമ്പൂർണ്ണ മുടിയേറ്റ് തുടങ്ങിയത്. സമ്പൂർണ്ണ മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ പാഴൂർ ദാമോദരൻ ചേട്ടൻ കലാപീഠത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ച ആളാണ് പാഴൂർ ദാമോദരൻ ചേട്ടൻ. ദാമോദരൻ ചേട്ടനും അവിടെ അത് ശങ്കരനുണ്ണി എന്ന് പറഞ്ഞ കളവെഴുത്തിന്റെ ഒരു ആശാനുണ്ടായിരുന്നു. പിന്നെ ഈ വേദാളത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു സമ്പൂർണ്ണത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ടു വേഷവും കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നു അങ്ങനെ എന്തെങ്കിലും കാണിച്ച് ജനങ്ങളെ ഒന്ന് ഇതാക്കാം അല്ലെങ്കിൽ പറയാവുന്നത്. പക്ഷെ സമ്പൂർണ്ണം എന്ന് എനിക്ക് ഞാൻ അതിനൊരിക്കലും ഉൾക്കൊള്ളില്ല. കഥകളിലെ സ്ത്രീവേഷം അല്ലെങ്കിൽ ഒരുപാട് കഥകളിൽ ആണുങ്ങൾ വേഷക്കാരുണ്ട്, അത്രയും സ്ത്രീകൾ കഥകളി രംഗത്തില്ല. പക്ഷേ സ്ത്രീവേഷം കെട്ടുന്നത് പുരുഷന്മാരല്ലേ. അത് എന്നാൽ സ്ത്രീ പഠിച്ചിട്ട് സ്ത്രീ തന്നെ കെട്ടുന്നത് ഒരു ദൈവം അവിടെ ഇല്ല. രജീഷ് പാടാറുണ്ട്, മുത്താതെ രജീഷ് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മുടിയേറ്റ് പാടിയിട്ടുമുണ്ട്. പാഴൂർ ജിതിൻ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. ഓടി ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് ചെന്ന് കയറുക, ജനങ്ങളെ അങ്ങനെ വരുമ്പോൾ അവര് കലാരൂപം കാണാൻ വന്നില്ല. അവര് ഭക്തിയുടെ അത്യാവശ്യം അപ്പുറത്തേക്ക് കാണാൻ വരില്ല. അവര് ഈ ഉപദ്രവിക്കുന്ന ഒരു കലാരൂപം കാണാൻ ആരും ഇഷ്ടപ്പെടില്ല. ഓരോ വേഷത്തെ കുറിച്ചും അതിന്റെ തേപ്പിനെ കുറിച്ചും അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ പോയത്. അത് രണ്ടാമത് ഉണ്ടായത് കൊണ്ട് അപ്പൊ കടം കൊണ്ടതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കൂടിയാട്ടത്തിലും കൂത്തിനേക്കായാലും 300 വർഷം പഴക്കം കൂടുതൽ അവകാശപ്പെടുക. അവരുടെ മുത്തശ്ശന്റെ സ്ഥാനമാണ് മുടിയേറ്റിനുള്ളതെന്നാണ്. എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിലെ കീഴിലം എന്ന ഗ്രാമത്തിൽ ശ്രീ ശങ്കരൻകുട്ടി മാരാരുടെയും രാധാമണി അമ്മയുടെയും മകനായി ജനിച്ച് 1600-ലധികം കാളിവേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കീഴിലം ഉണ്ണികൃഷ്ണ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയെ ജനകീയമാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഇദ്ദേഹത്തിന് 4 സ്റ്റേറ്റ് അവാർഡുകളും 2 നാഷണൽ ഫെലോഷിപ്പുകളും മറ്റ് അനവധിയായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാറ സ്മാരക മുടിയേറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഇദ്ദേഹം ഇപ്പോഴും കലാരംഗത്ത് സജീവമാണ്. നമുക്ക് മുടിയേറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കലാജീവിതത്തെക്കുറിച്ചും ചോദിച്ചറിയാം. ആശൻ എത്ര വർഷമായിട്ട് ഈ മുടിയേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്? മുടിയേറ്റ് രംഗത്ത് പ്രവർത്തിക്കുക വെച്ചാൽ ഇതൊന്നും പാരമ്പര്യ കലാരൂപമാണ്. പാരമ്പര്യ കലാരൂപം ആകുമ്പോൾ തന്നെ അച്ഛൻ മുത്തശ്ശൻ എനിക്കറിയില്ല, അച്ഛൻ മുതലേ പറഞ്ഞ അപ്പൊ ജന്മനാ പോലെ കണ്ട് കിടക്കണം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഒരു 12 വയസ്സ് മുതലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ അവധിയുള്ളപ്പോൾ പോയി തുടങ്ങി. 15 വയസ്സിന് മുതലേ പ്രൊഫഷണലായിട്ട് വേഷം കെട്ടാൻ തുടങ്ങി. 15 വയസ്സിൽ ദാരിയൻ ആദ്യം കെട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാനവേന്ദ്രൻ കാലങ്ങൾ കെട്ടണം. അപ്പോൾ 15 വയസ്സ് മുതൽ ഏതായാലും പ്രൊഫഷണലായിട്ട് തന്നെ രംഗത്തുണ്ട്. ഈ മുടിയേറ്റിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? ആര്യാവത കഥയാണ് മുടിയേറ്റൂടെ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് പലരും ചോദിക്കാറുണ്ട്. മുടിയേറ്റ് എവിടെ നിന്നാണ്, ഏത് കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്? അതിപ്പോഴും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഈ ഗവേഷകരുടെ അഭിപ്രായത്തിൽ പറയുമ്പോൾ അത് പറഞ്ഞത് കാവാലവും വേണുജി അങ്ങനെയുള്ളവരായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിലും കൂത്തിനേക്കായാലും 300 വർഷം പഴക്കം കൂടുതൽ അവകാശപ്പെടുക. അവരുടെ മുത്തശ്ശന്റെ സ്ഥാനമാണ് മുടിയേറ്റിനുള്ളതെന്നാണ് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എത്ര കാലം അപ്പോഴും അതിനു മുമ്പ് അപ്പോൾ പിന്നെ നമ്മൾ ആരാധനയുടെ ഭാഗം കൊടുക്കണം. ആരാധനയുടെ ഭാഗം കൊടുക്കുമ്പോൾ ആരാധന തുടങ്ങിയ കാലം മുതലേ മുടിയേറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇതുപോലെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു കലാരൂപമുണ്ട്. അമ്മ സങ്കല്പത്തിൽ നിന്ന് വന്നു. അങ്ങനെയാണോ? അമ്മ സങ്കല്പത്തിൽ നിന്നാണോ? നമ്മുടെ ഫോക്ക് കലകളിൽ 80% കലകൾ അമ്മ ദൈവാരാധനയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഈ മുടിയേറ്റ് എന്ന് പറഞ്ഞ കലാരൂപത്തിൽ നിന്ന് ഏതെങ്കിലും കലാരൂപങ്ങൾ അങ്ങനെ രൂപം കൊണ്ടിട്ടുണ്ടോ? അങ്ങനെ മുടിയേറ്റ് എന്ന കലാരൂപത്തിൽ നിന്നാണോ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ ഇന്ന കലാരൂപങ്ങൾ രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ നാളെ അതൊരു വിമർശനത്തിനിടയാവും. പക്ഷെ നമ്മൾ മുടിയേറ്റിന്റെ വേഷങ്ങളും കഥകളിയുടെ വേഷങ്ങളും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആദ്യം ഉണ്ടായത് മുടിയേറ്റാവാം. ലോകധർമ്മിയാണിത്. നാട്യധർമ്മി രണ്ടാമതുണ്ടായത്, അല്ലെങ്കിൽ രണ്ടാമതെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അന്ന് തന്നെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ കഥകളി ഉണ്ടായത് അതിനുശേഷമാണ് ഏതായാലും. അപ്പോൾ കഥകളിയിൽ ചിട്ട ചെയ്ത് അല്ലെങ്കിൽ രാവണന്റെ തേപ്പ്, ദുര്യോധനന്റെ തേപ്പ്, ആ തേപ്പുകൾ എടുത്തു നോക്കുമ്പോൾ ദാരികന്റെ തേപ്പുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് ദാരികന്റെ തേപ്പ് കവിൾത്തടം മുതൽ ഇവിടെ നെറ്റിത്തടം വരെ കയറി പോവാൻ, മറ്റേത് കവിൾത്തടത്ത് വന്ന് നിൽക്കുകയാണ് ചുവപ്പ് തേക്കുന്നത്. അങ്ങനെയാണ് മാറ്റങ്ങൾ നമുക്ക്. പിന്നെ ഓരോ വേഷത്തെക്കുറിച്ചും അതിൻ്റെ തേപ്പിനെ കുറിച്ചും അങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ പോയത്. അത് രണ്ടാമത് ഉണ്ടായത് കൊണ്ട് അപ്പൊ കടം കൊണ്ടതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. മുടിയേറ്റും കളവെടുത്തും തമ്മിലുള്ള ബന്ധം എന്താ? മുടിയേറ്റിന് മുമ്പ് സാധാരണ ഭദ്രകാളി ക്ഷേത്രത്തിൽ കളവെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷമാണ്, കളം മാച്ചതിന് ശേഷമാണ് മുടിയേറ്റ് തുടങ്ങാറ്. പക്ഷേ മുടിയേറ്റിന്റെ അവസാനമാണ്
ദാരിയാവത് നടക്കുന്നത്. പക്ഷെ സന്ധിക്ക് നമ്മൾ കളം എഴുതുമ്പോൾ ദാരിയന്റെ ശിരസുമായിട്ട് വരുന്ന ഭദ്രായുടെ രൂപമാണ് എഴുതുന്നത്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇത് ആദ്യം എഴുതുന്നത്, അല്ലെങ്കിൽ കളം മാച്ച് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം കളം എഴുതുന്നത്? പല ചോദ്യങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുടിയേറ്റ് കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ആ കഥയപ്പോഴേ അവിടെ വരണുള്ളൂ. പക്ഷേ സിനിമയിലോ നാടകങ്ങളിലോ സീരിയലിലോ വന്നതിന് കാലങ്ങൾ മുമ്പ് നമുക്ക് ഫ്ലാഷ് ബാക്ക് സംഭവമുണ്ട്. അല്ലെങ്കിൽ പ്രസക്ത ഭാഗത്തെ ആദ്യം കാണിച്ചുകൊണ്ട് അത് എങ്ങനെ ഉണ്ടായി എന്ന് കഥാരൂപത്തിൽ അവതരിപ്പിച്ച് കാണിക്കുകയാണ് മുടിയേറ്റിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ ആദ്യം കാണിക്കുന്ന കളകൾ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കാണ്. അതിന് പ്രസക്ത ഭാഗത്തെ ആദ്യം കാണിക്കും. അത് ജനത്തിന് അറിയില്ല അതിന്റെ കഥ എന്തായി, എങ്ങനെ ഉണ്ടായത്. അത് കഥാരൂപത്തിൽ അവതരിപ്പിച്ച് കാണിക്കുകയാണ് മുടിയേറ്റിലൂടെ ചെയ്യുന്നത്. അതാണ് മുടിയേറ്റും കളയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം. കേരളത്തിൽ 2 കലാരൂപങ്ങൾ യുനെസ്കോ അംഗീകരിച്ചുള്ളൂ. ഒന്ന് കൂടിയാട്ടം, പിന്നെ മുടിയേറ്റ്. അത് ഫോക്ക് കലയിൽ ഇത് മാത്രമേ ഉള്ളൂ, മുടിയേറ്റ് മാത്രമേ ഉള്ളൂ അവിടെ അംഗീകരിച്ചത്. അപ്പൊ യുനെസ്കോ ഈ കലാരൂപത്തെ സംരക്ഷിക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത്. അതിന് ശരിക്കും ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അതൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ മുടിയേറ്റിന് കിട്ടിയ അംഗീകാരം, ഒരു യുനെസ്കോയുടെ അംഗീകാരം, അത് ഒരിക്കലും പൈസയിൽ തീരുന്നതല്ല. അംഗീകാരത്തിനടുത്തും വലുതല്ല പൈസ. ആ അംഗീകാരം നാളെ കളയാൻ പറ്റില്ല. ഈ യുനെസ്കോ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തപ്പോൾ അതിന് ഒപ്പിട്ടിരിക്കുന്ന 4 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് കൊരട്ടി ശങ്കരാരായണക്കുറുപ്പ്, കൊരട്ടി അപ്പുക്കുട്ടൻ ചേട്ടൻ, തിരുമറിയൂര് മുരളിച്ചേട്ടൻ, പിന്നെ ഞാൻ. ഇങ്ങനെ 4 പേര് അതിനകത്ത് ഒപ്പിട്ട് പോകും. കളിക്കുന്ന മുടിയേറ്റ് കലാകാരന്മാരുടെ ഒപ്പ് ഇല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഞങ്ങൾക്ക് അവകാശപ്പെടാം യുനെസ്കോയുടെ അംഗീകാരം. ഞങ്ങൾക്ക് ഈ 4 പേർക്ക്, അങ്ങനെ 4 പേര് മാത്രമേ സൈൻ ചെയ്തുള്ളൂ. പറമ്പിൽ പാലിട്ട് ഇപ്പൊ വന്നിട്ട് പോയ വേഷക്കാരനായിരുന്നു, അയ്യോ അത് മനസ്സിലായില്ല, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും നമ്മുടെ എറണാകുളം ജില്ലക്കാർക്ക്, അല്ലെങ്കിൽ തൊടുപുഴ, അല്ലെങ്കിൽ കോട്ടയം വരെയുള്ളവർക്ക് ഇങ്ങോട്ട് ചാലക്കുടി അഹങ്കരിക്കാം, അഭിമാനിക്കാം. കാരണം ഇത് ഇത്രയും തട്ടകത്ത് മാത്രം ഒതുങ്ങി കഴിയുക കല. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം നമുക്കിടെ സ്വന്തമായിട്ടോട്ട് ഒതുങ്ങി കഴിയുക. അത് നമുക്ക് അഹങ്കരിക്കാം, അഭിമാനിക്കാം. എന്നിട്ട് നമുക്ക് അറിയില്ല ഇതിനകത്തെ വേഷങ്ങൾ ഏതൊക്കെ. തമിഴും മലയാളവും കലർന്നൊരു ഭാഷാശൈലിയാണല്ലോ ഈ മുടിയേറ്റിനുള്ളത്. അതെ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ശൈലി വന്നത്? കാരണം ഇതിന്റെ സാഹിത്യം ചിട്ട ചെയ്തത് 7-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിരുന്നു. അതിനു മുമ്പ് കലാരൂപമുണ്ട്. കാരണം ഈ തമിഴും മലയാളവും കൂടി കലർന്നു വരുന്ന ഭാഷ അന്ന് സംസാരിച്ചിരുന്നത് ആ 7-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിരുന്നു. അപ്പൊ ആ സാഹിത്യം അന്നായിരിക്കും സാഹിത്യം ചിട്ട ചെയ്ത്. അതിനു മുമ്പ് കലാരൂപമുണ്ട്. ആദ്യമായിട്ട് കാളിവേഷം കിട്ടിയപ്പോൾ ഒരു അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 93 ഏപ്രിൽ 14-ാം തീയതിയാണ് കാട്ടാമ്പാക്കിലാണ് കാളിവേഷം ആദ്യമായിട്ട്. അത് നിവൃത്തികേട് കൊണ്ട് കെട്ടണം. നിവൃത്തികേട് കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ 91 മരിച്ചു. 92 വളരെ കുറച്ച് മുടിയേറ്റ് തന്നെ ഞങ്ങൾക്കുള്ളൂ. അന്നേരം പുന്നക്കൽ ബാലന്മാരായിരുന്നു അച്ഛൻ്റെ ഏതാണ്ട് സമകാലീനായിരുന്ന ഒരാളാണ്. അദ്ദേഹം പാഴൂക്കാരുടെ കൂടെയാണ് കാളി കെട്ടിയിരുന്നത്. പിന്നെ അദ്ദേഹം മുടിയേറ്റ് നിർത്തിയ ആളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ അച്ഛന് സുഖമില്ലാണ്ട് വന്നതുപോലെ 4 വർഷം കാളി കെട്ടാൻ വന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ വയ്യ നിർത്തുകയാണെന്ന് പറഞ്ഞ് നിർത്തി. അപ്പോഴും ഞങ്ങൾ വരാൻ പറഞ്ഞു, കാളി കെട്ടാൻ ആളില്ല. അപ്പൊ അദ്ദേഹത്തിന് അനിയൻ ശങ്കരന്മാരെ പറഞ്ഞു വിടാന്ന്. അപ്പൊ ബാലഞ്ചേട്ടൻ പറഞ്ഞാൽ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ശങ്കരൻചേട്ടനെ പറഞ്ഞു, ശങ്കരൻചേട്ടൻ വന്നുമില്ല. അപ്പൊ പിന്നെ ഇനി എങ്ങനെയും പരിപാടി നടത്താണ്ട് പറ്റില്ല. അപ്പൊ എന്റെ അച്ഛന്റെ നേരെയാണ് വലിയ കൊച്ചൻ അവിടെ കളവെഴുത്തുമ്പാട്ടോടെ സംബന്ധി ജോലികൾ ചെയ്യുന്നു. അപ്പൊ കൊച്ചനോട് ആലോചിച്ചപ്പോൾ കൊച്ചൻ ചേട്ടനോട് പറഞ്ഞു, നീ അവനെ കെട്ടിക്കാൻ, നമുക്ക് കാര്യം നടക്കണ്ടേ, ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കാം, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം, അങ്ങനെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മളുടെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ മഹാരഥന്മാര്, അച്ഛൻ ബാലൻചേട്ടൻ, വല്യോച്ചൻ, അപ്പുകൊച്ചൻ, ഇങ്ങനെയുള്ള മഹാരഥന്മാര് കെട്ടിയിരിക്കുന്ന രംഗത്തേക്കാണ് നമ്മൾ, അതും ആദ്യമായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അവർക്കുടെ പേര് കളയരുത്. കാരണം അവരൊരു പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയരുത്. അങ്ങനെ എന്തൊക്കെ പിരിമുറുക്കങ്ങളാണ് ഒരു ആദ്യമായിട്ട് കെട്ടിപ്പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മാനസിക പിരിമുറുക്കം എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു അനുഭവമാണ്. ഉണ്ണികൃഷ്ണമാരാരിൽ നിന്ന് കാളിയിലേക്കുള്ളൊരു മാറ്റം എങ്ങനെയാണ്? പണ്ട് കാരണം ഒരു നായ്ക്കോലം കെട്ടിയ കുരയ്ക്കാന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ദാര്യം കിട്ടുമ്പോൾ ഞാൻ ദാര്യനായിട്ട് മാറണം, കാളി കെട്ടിയ കാളിയായിട്ട് മാറണം, അല്ലെങ്കിൽ കൂളി കെട്ടിയോ കൂളിയായിട്ട് മാറണം. അങ്ങനെ ഏത് കഥാപാത്രമാണോ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ബാധ്യസ്ഥ വെച്ചാൽ ആ കഥാപാത്രമായിട്ട് 100% നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിൽ 80% നാം നീതി പുലർത്താൻ തയ്യാറാണ്. പോർക്കലി ബാധിച്ച കാളിയെ അവതരിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഉള്ളിലേക്കൊരു ദൈവികമായ ഊർജം കടന്നു വരുന്നതായി തോന്നിയിട്ടുണ്ടോ? ദൈവികമായിട്ടുള്ള ഊർജമാണോ അത് മറ്റെന്തെങ്കിലും ആണോ, അത് ആ സമയത്തെ ഒരു ഡെഫിനിഷൻ ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ കഥകളി
സംബന്ധിച്ചുള്ള കലാമണ്ഡലം പോലത്തെ സ്ഥലങ്ങളിൽ ഞാൻ മുടിയേറ്റ് നടത്തിയിട്ടുണ്ട്, അക്കാഡമികളിലും കോളേജുകളിലൊക്കെ. അപ്പൊ ചിലര് ആ അന്നേരത്തെ അഭിനയം ഗംഭീരമായിട്ടോ, അവരുടെ കാഴ്ചപ്പാടുള്ളത് അഭിനയമാണ്. ഇപ്പൊ പലരും ഉത്സവപ്പറമ്പിൽ അഭിനയമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും കാലഘട്ടം വെച്ച് ഞാൻ പറയുമ്പോൾ അതൊരു അഭിനയത്തിൽ കൂടെ മാത്രം നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, എന്നെ ഇതിന് മാത്രം 2-3 ആളൊന്നും പിടിക്കണ്ട ഞാൻ നിൽക്കണമെങ്കിൽ. എനിക്ക് അത്രമാത്രം ഞാൻ പവർഫുള്ളൊന്നും അല്ല, ആരോഗ്യവാനല്ല. അപ്പൊ ഈ ഇങ്ങനെ ഒരാള് പിടിച്ച് ഒരു സ്ഥാനത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അത്രയും എനർജി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവീയ ശക്തി നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ഒരുപാട് സമയത്തേക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ഫോട്ടോ ഫ്ലാഷ് സമയത്തോ അല്ലെങ്കിൽ 2 സെക്കൻഡ് സമയത്തേക്ക് വന്ന് അത് സഡൻലി മാറുകയും ചെയ്യും. പക്ഷെ അത് കുറച്ചു നേരം നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അമിത സ്പീഡിൽ ഓടി വന്ന വണ്ടി ബ്രേക്ക് ചെയ്താലും ഒന്നോടെ മുമ്പോട്ട് പോകും. അതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ എന്ന് പറഞ്ഞ പോലെ അത് കുറച്ചു നേരത്തേക്ക് നിൽക്കുന്നതിന് കാരണം അതിനിപ്പോ കലിയാണോ, ബാധയാണോ, ഭഗവതിയാണോ, ഏതാന്ന് അങ്ങനെ ഒരു ഡെഫിനിഷൻ തരാൻ പറ്റില്ല. ഒരു അദൃശ്യമായ ശക്തി നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ സമയത്ത് ആ പെർഫോമൻസ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിപ്പോ കഥകളിക്കാർ ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. അവർ അഭിനയം കളരിയിൽ നിന്ന് വർഷങ്ങളോളം ചവിട്ടി തിരുമ്പ് കഴിഞ്ഞ് ബോഡി അങ്ങനെ ആക്കിയെടുത്ത് ചെയ്യുന്നതാണ്. നമുക്കതില്ല. നമുക്ക് പാരമ്പര്യ കലാരൂപമല്ല, ലോകധർമ്മിയത്. അത് ചെയ്തു തന്നെ അങ്ങനെ ആയി പോവുകയാണ്. ഒരു മുടിയേറ്റ് കലാകാരനായതിൽ നിങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം ഏതാ? അത് ഒരുപാട് നിമിഷങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഓർത്തെടുക്കാൻ പറ്റിയതില്ല അല്ല, ഓർത്തെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വേഷം കണ്ട് എനിക്ക് ഏറ്റവും ഒരു മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാര്യം. പല അച്ഛനും ബാലചേട്ടനും ഞാനിപ്പോ അവര് രണ്ടുപേരും അവരൊരു കാലഘട്ടത്തിൽ പാഴൂക്കാർക്ക് നമ്മുടെ വേഷം കിട്ടിയിരുന്ന 2 അത് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ആദരിക്കേണ്ട 2 വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ 2 പേരുടെയും വേഷം കിട്ടിയിരുന്ന സ്ഥലത്ത്, പല സ്ഥലത്തും അവരുടെ വേഷങ്ങൾ ഇന്നും എവിടെ ചെന്നാലും പറയണതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ വേഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ പലരും സംസാരിക്കുകയുണ്ടായി. ശങ്കരൻകുട്ടിമാരായിട്ടും ബാലന്മാരായിട്ടും കാളിക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഒരു കാളി കണ്ടു. വേറെ കാളികളില്ലാന്ന് നമ്മൾ, പക്ഷെ അവരാ പറയാൻ ഭഗവതി തോന്നിച്ചതായിരിക്കാം, പറയാൻ തോന്നിച്ച എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാരണം അവരുടെ ഒരു ലെവലിൽ നമ്മളെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അഭിമാനമുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങൾ 5 രാജ്യങ്ങളിൽ ഞാൻ പോയി. നമ്മുടെ ജീവിതത്തിലൊന്നും സ്വപ്നം മാറുന്നു. പണ്ടൊക്കെ ചെറുപ്പത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞു അവിടെ പോയി പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. അതൊക്കെ അങ്ങനെ പല അഭിമാന മുഹൂർത്തങ്ങൾ നമുക്ക് മുടിയേറ്റ് കലാകാരനായതുകൊണ്ടുണ്ടായിട്ടുണ്ട്. പഴയകാല മുടിയേറ്റും ഇന്നത്തെ മുടിയേറ്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായൊരു മാറ്റം, അത് ശരിക്കും മുടിയേറ്റിന്റെ തനത് ശൈലിക്ക് യോജിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പഴയ കാലത്തെ നമ്മൾ ഇപ്പൊ എന്റെ അല്ലെങ്കിൽ ഞാൻ അച്ഛന്റെ വേഷം കണ്ട അച്ഛൻ്റെ കൂടെ കാര്യം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ മുടിയേറ്റ് ഒരുപാട് മാറി. അന്നത്തെ അവതരണ രീതി അല്ല ഒരു പരിധി വരെ ഇന്ന്. എന്നാൽ അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഈ ഓരോ പുറപ്പാടിനും കൂട്ടുന്ന മേളങ്ങൾ തന്നെ അതിനൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മാറ്റം അനിവാര്യമാണ്. ജനങ്ങൾ എപ്രകാരം സഞ്ചരിക്കുന്നു അതോടൊപ്പം മാറുന്ന സാധനമാണ് പോക്ക്. അപ്പൊ ജനങ്ങൾ ഒരു കാലഘട്ടത്തിലും കലാരൂപം മറ്റൊരു കാലഘട്ടത്തിൽ പോയാൽ ആ കലാരൂപം ആൾക്കാർക്ക് ആസ്വാദനം കൊടുക്കില്ല. പിന്നെ അതിന് നമ്മൾ ഓരോ വേഷങ്ങളെ കുറിച്ച് പഠിക്കും തോറും അല്ലെങ്കിൽ മേളങ്ങളെ കുറിച്ച് ഇപ്പൊ ദാരിയം പുറപ്പാടിനും കാളി പുറപ്പാടിനും കൂടിയാട്ടത്തിനും മുടിയേറ്റില് പണ്ട് പഞ്ചാരി 5-ാം കാലാണ് കൂട്ടാറ്. അപ്പൊ ഈ ദാരിയം പുറപ്പാടിന് കൂട്ടുന്ന പഞ്ചാരി 5-ാം കാലം അതേപടി കാളി പുറപ്പാടിന് കൂട്ടുമ്പോൾ ഒരു ആവർത്തന വ്യവസ്ഥയായി വീണ്ടും അത് തന്നെയാണ് യുദ്ധരംഗത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ 3 പ്രാവശ്യം ജനങ്ങൾക്ക് ഒരേ മേളങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആവർത്തന വ്യവസ്ഥ സ്വാഭാവികമാണ്. പക്ഷെ അത് അന്നൊന്നും ഫീൽ ചെയ്തിരുന്നില്ല, അതൊന്നും തുടങ്ങും. അപ്പൊ അത് രണ്ടും 2 മേളാക്കുകയാണെങ്കിൽ കൂടുതൽ ആസ്വാദകർക്ക് കൂടുതൽ കുറച്ചുകൂടെ കേൾവിക്ക് ഇമ്പം. അതുകൊണ്ട് ദാരിയപ്പുറപ്പാടിന് ഇപ്പോഴും പഞ്ചാരി 5-ാം കാലം കൂട്ടുന്നു. കാളിപ്പുറപ്പാടായപ്പോ ഇപ്പൊ ഞാൻ കൂട്ടുന്ന ചമ്പയുടെ ഛായയിലുള്ള ഒരു മേളം. ചമ്പാന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, ചമ്പയുടെ ഛായയിലുള്ള ഒരു മേളാണ് ഇപ്പൊ കൂട്ടുന്നത്. അത് ജനങ്ങള് ഒരുപാട് ഏറ്റെടുത്തു. അതുകൊണ്ട് അതിപ്പോ ചെയ്തു. പിന്നെ ഉടുത്തുകെട്ടുകൾക്കുള്ള മാറ്റങ്ങൾ, ഉടുത്തുകെട്ട് ഒരുപാട് ചുമപ്പ് സാരിയാക്കിയിട്ട് കൊണ്ടുവന്നത് ഞാനാണ്, ചുമപ്പിലേക്ക് മാറ്റി. അത് കാര്യം ഒരുപാട് വിമർശനങ്ങളും പരാതികളും ഒക്കെ അത് എന്ത് ചെയ്താലും ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയപ്പോൾ ആൾക്കാർ വിമർശിച്ചു. അത് എന്നാൽ പഴയതിലുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും വേണം. ഇപ്പൊ അതിനകത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വാച്ചു വീശ, ഇടചാടി, അല്ലെങ്കിൽ നീക്കിയിരുത്ത പതിരി, അങ്ങനെയുള്ള സംഭവങ്ങൾ കളയാനും പാടില്ല. അത് കളഞ്ഞുകൊണ്ട് പുതിയത് സ്വീകരിക്കില്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചിട്ട ചെയ്യണം, അതിനകത്ത് നിന്നുകൊണ്ട്. ആശാൻ, ഇന്നത്തെ യുവതലമുറയിൽ കാളിവേഷം കിട്ടുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. ഒരു കാളി എന്ന നിലയിൽ എല്ലാ ലക്ഷണങ്ങളും ഒത്തുവരുന്നൊരു കലാകാരന്റെ പേരെടുത്ത് പറയാൻ സാധിക്കുമോ? കാളി കെട്ടുന്ന യുവതലമുറയെ പറ്റി ആരും മോശക്കാരല്ല, എല്ലാവരും പ്രഗത്ഭര് തന്നെയാണ്.
പക്ഷെ അത് മനസ്സിലാക്കേണ്ട പഠിക്കുന്നവരെല്ലാവരും പഠിച്ചിട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് എല്ലാവരും പറയുള്ളൂ. കാരണം അത് നമ്മൾ പഠിക്കാതെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കാര്യം ഞാനിപ്പോ ആദ്യം സിംബോളിക്കിന്റെ ഭാഗം കടന്നു വരും. ആ സിംബോളിക്കിന്റെ ഭാഗം മനസ്സിലാക്കുമ്പോൾ ഒരു ധാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടി ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് ചെന്ന് കയറുക, ജനങ്ങളെ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവര് കലാരൂപം കാണാൻ വന്നില്ല, അവര് ഭക്തിയുടെ അത്യാവശ്യം അമ്പലത്തിൽ കാണാൻ വരില്ല. അവര് ഈ ഉപദ്രവിക്കുന്ന ഒരു കലാരൂപം കാണാൻ ആരും ഇഷ്ടപ്പെടില്ല. അവരെ നീറ്റ് വീട്ടിൽ പോയ പിന്നെ നമ്മൾ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ആ കഥാപാത്രത്തിനടുത്തേക്ക് ദാരികനാണെങ്കിൽ ദാരിക പടയാണോ, ആ ദാരികന്റെ പട അവന്റെ കൂട്ടാളികളോടുകൂടി അവൻ ആർത്തുല്ലസിച്ച് ദുർഭരണം നടത്തുകയാണോ, അതായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള മൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം ചെയ്യുന്ന എല്ലാവരും അത്യാവശ്യം വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്യുന്നവരാണ്. കാളി എന്നൊരു സ്ത്രീ വേഷമായിരിക്കും അത് അവതരിപ്പിക്കുന്നത് കൂടുതൽ പുരുഷന്മാരാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, അത് ഓരോ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ഇതൊന്നല്ല, അമ്പലത്തിലെ ക്ഷേത്ര പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചിട്ടകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതും പ്രകാരം അത് നിലനിർത്തി പോയി. പിന്നെ ഇപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ വേർതിരിച്ച് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം സമത്വമാണ്. അപ്പൊ അതിന് വേറെ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും. പക്ഷെ ഒരിക്കലും ഒരു പുരുഷന്റെ ബോഡി പോലെയല്ല സ്ത്രീയുടെ ബോഡി. രണ്ടും വ്യത്യസ്ത ബോഡി ലാംഗ്വേജ് ആണ് രണ്ടുപേർക്കും. ആ ബോഡി പിന്നെ അവരുടെ ശരീരപ്രകൃതി അല്ല നമ്മുടെ ശരീരപ്രകൃതി. അപ്പൊ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ പലതാണ്. അപ്പൊ അതുകൊണ്ട് പല സമയങ്ങളിൽ സ്ത്രീകൾക്ക് റെസ്റ്റിന്റെ ആവശ്യം, ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിന്റെ ആവശ്യമുള്ള സമയത്ത് ക്ഷേത്രത്തില് അകത്ത് പ്രവേശനമില്ല. ഒന്ന് അത് പോട്ടെ, അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്. തെയ്യക്കോലങ്ങൾ, തെയ്യം ഒരുപാട് പേര് ഇന്നിപ്പോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പേര് കാണും. തെയ്യത്തിൽ എത്ര പെണ്ണുങ്ങളുണ്ട് വേഷം കെട്ടാൻ? ആരുമില്ല. പടയണിയിൽ ആരാ സ്ത്രീകളുള്ള? ആരുമില്ല. അത് മുടിയേറ്റം എന്നുള്ള കലാരൂപത്തിന് മാത്രമല്ല, അനുഷ്ഠാന കലകൾക്കും ഇപ്പൊ തെയ്യവും പടയനും വളരെ പോപ്പുലർ ആയ സംഭവമാണ്. അതിനകത്ത് സ്ത്രീകൾ ചെയ്യണില്ല. മുടിയേറ്റ് കാളി കഥാപാത്രം സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ചെയ്യണമെന്നില്ല. ഇപ്പൊ സ്ത്രീകളെക്കാളും കൂടുതൽ കഥകളി വേഷം ചെയ്യുന്ന പുരുഷന്മാർ, ഞാൻ ഈ കഥകളി ആയിട്ട് താരതമ്യം ചെയ്ത് പറയാൻ കാരണം കഥകളി കൂടുതൽ ആൾക്കാരുടെ ജനകീയമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പടയന് പറഞ്ഞ പെട്ടെന്ന് ആരും കണ്ടിട്ടില്ല, തെയ്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല, കൂത്ത് കൂടിയായിട്ട് ആരും കണ്ടിട്ടില്ലാത്തവരും. പക്ഷെ കഥകളിയുടെ ഫോട്ടോയെങ്കിലും ആൾക്കാർ കണ്ടത്. അതുകൊണ്ടാണ് ഇതായിട്ട് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും കഥകളി പറയുന്നതിന്റെ ഒരു കാരണം. ഇപ്പൊ കഥകളിയിലെ സ്ത്രീവേഷം, അല്ലെങ്കിൽ ഒരുപാട് കഥകളി ആണുങ്ങൾ വേഷക്കാരുണ്ട്, അത്രയും സ്ത്രീകൾ കഥകളി രംഗത്തില്ല. പക്ഷേ സ്ത്രീവേഷം കെട്ടുന്നത് പുരുഷന്മാരല്ലേ. അത് എന്നാൽ സ്ത്രീ പഠിച്ചിട്ട് സ്ത്രീ തന്നെ കെട്ടുന്ന ഒരു ദൈവം അവിടെ ഇല്ല. അത് ഒന്ന്, നമ്മുടെ ക്ഷേത്ര അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് പല തടസ്സങ്ങളും, പിന്നെ അത് തന്നെയല്ല ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു സ്ത്രീക്ക്. ഇന്നത്തെ കാലത്ത് പോലെ ജിമ്മിൽ പോയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന കാര്യം പണ്ടില്ല. അന്നത്തെ കാലത്ത് തുടങ്ങിയതാണ്, ഇന്നത്തെ കാലത്ത് തുടങ്ങിയതല്ല. പക്ഷെ സ്ത്രീകൾ ചെയ്താൽ തെറ്റുണ്ടോ എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചാൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ തെറ്റ് പറഞ്ഞാൽ നാളെ പല വിമർശനത്തിനും ഇടവരും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് ഇത് ചെയ്താണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പേരായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നോ, പക്ഷെ ആരും തന്നെ അത് പറഞ്ഞു കേട്ടതായിട്ട് എന്റെ അറിവില്ല. എന്താണ് സമ്പൂർണ്ണ മുടിയേറ്റ്? സമ്പൂർണ്ണ മുടിയേറ്റ് നമ്മൾ എല്ലായിടത്തും അവതരിപ്പിക്കാറില്ല. അല്ല, സമ്പൂർണ്ണ മുടിയേറ്റം അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ഈ സമ്പൂർണ്ണ മുടിയേറ്റം ഉദ്ദേശിക്കുന്ന എന്താണ്, എവിടെയാണ് കണ്ടിരിക്കുന്നത്, എന്തെല്ലാം വേഷങ്ങളാണ് കണ്ടിരിക്കുന്നത്? ഈ ഗരുഡൻ, വേതാളം പോലുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയല്ല സമ്പൂർണ്ണ മുടിയേറ്റം തുടങ്ങിയത്. സമ്പൂർണ്ണ മുടിയേറ്റം എന്ന് പറഞ്ഞാൽ പാഴൂർ ദാമോദരൻ ചേട്ടൻ കലാപീഠത്തിൽ ജോലിയിട്ടാണ് അവിടെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ച ആളാണ് പാഴൂർ ദാമോദരൻ ചേട്ടൻ. ദാമോദരനും അവിടെ അത് ശങ്കരനുണ്ണി എന്ന് പറഞ്ഞ കളവെഴുത്തിന്റെ ഒരു ആശാനുണ്ടായിരുന്നു. അദ്ദേഹം, അവരും പിന്നെ ഒരു ശർമ്മ അവിടുത്തെ മാനേജരായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ചിരുന്ന് ഒരു കഥാരൂപത്തിൽ ഉണ്ടാക്കിയ സംഭവമാണ് ഈ സമ്പൂർണ്ണ മുടിയേറ്റുന്നത്. ഇങ്ങനെയല്ല ദാമോദരേട്ടൻ ആദ്യം സമ്പൂർണ്ണ മുടിയേറ്റ് തുടങ്ങിയത്. സമ്പൂർണ്ണ മുടിയേറ്റം സപ്തമാതൃക്കള്, ദാരികന്റെ തപസ് മുതൽ കാണിച്ചിട്ട് സപ്തമാതൃക്കള് ദാരികനോട് യുദ്ധത്തിന് പോകുന്നത് പോലെ, അപ്പൊ 7 സ്ത്രീ കഥാപാത്രങ്ങൾ, അത് മുതലാണ് അദ്ദേഹം ചിട്ടയത് രംഗത്ത് അവതരിപ്പിച്ചു പോകുന്നത്. അതിന് ഒരുപാട് ആൾക്കാരും വേണം. അങ്ങനെ അത് കുറെ ഒരു 1-2 വർഷം അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടിറക്കി ഈ പെൺകുട്ടികളെ കൊണ്ടിറക്കാൻ ഇത്ര ആളും ഉൾക്കൊള്ളാനില്ല, സമയം ദൈർഘ്യം കൂടുതൽ. അതുകൊണ്ട് പിന്നീട് അത് ചുരുക്കിയിട്ട് അവസാനം വേദാളും ഗരുഡനെ മാത്രം ചിത്രീകരിച്ചു. അപ്പൊ ഞാൻ എന്നെ അന്ന് ദാമോദരൻ വിളിച്ചിട്ടുണ്ട് ഈ കൂടെ സഹകരിക്കണം.
പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇന്നുവരെ ഈ സമ്പൂർണ്ണ മുടിയേറ്റം. ഞാനിപ്പോ നിങ്ങളുടെ നാട് എവിടെയാ? ഇടുക്കി മൂന്നാറ്റം. മൂലമറ്റം. മൂലമറ്റത്ത് മുടിയേറ്റ് നടക്കാറുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അവിടെ മുടിയേറ്റ് കളിക്കാറുണ്ട്. അടുത്ത വർഷം നിങ്ങൾ എന്നെ മുടിയേറ്റ് അവതരിപ്പിക്കാൻ സമ്പൂർണ്ണ മുടിയേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വർഷം വന്ന് അവിടെ സമ്പൂർണ്ണ മുടിയേറ്റ് അവതരിപ്പിച്ച് ഇന്നലെ വരെ ഞാൻ ചെയ്ത അപൂർണ അല്ലേ? അപ്പൊ ഞാൻ അപൂർണം കാണിച്ച് നിങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് എന്റെ കാരണന്മാര് തന്നിരിക്കുന്ന സമ്പൂർണ്ണമാണ്. ഒരു ഗരുഡനോ ഒരു വേതാളോ വന്നാൽ അവിടെ സമ്പൂർണ്ണം ആവുന്നില്ല മുടിയേറ്റ്. അതിന്റെ കഥ ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. അതിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ പോലെ. പിന്നെ ഒരു സാഹിത്യവും അതിനകത്ത് ഇല്ലാതെ ഒരു 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 സംഭാഷണം, ഒരു ചെറിയ സംഭാഷണം. ഇപ്പൊ ദാരിയന്റെയും സാഹിത്യ പ്രാധാന്യം, ദാരിയന്റെയും ചൊലുത്തുകളിൽ വരുന്നുണ്ട്, പോരിനുവിളി വരുന്നുണ്ട്, ദിഗ്വിജയം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് ദാരിയന്. ഇത് ഈ ഗരുഡനോ വേതാളത്തിനോ യാതൊരു സാഹിത്യ പ്രാധാന്യമില്ല. ഒരു സാഹിത്യ പ്രാധാന്യം വരാത്ത ഒരു കഥാപാത്രം എങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പൂർണ്ണതയിൽ കൊണ്ടുവരാൻ പറ്റും ഒരു ഡ്രാമയുടെ ഭാഗം? മുടിയേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടോടി നാടകങ്ങളിലെ ഏറ്റവും ആദ്യത്തെ നാടകശാഖപ്പെട്ടൊന്ന്. അതിനകത്ത് നൃത്തം വേണം, സംഗീതം വേണം, സാഹിത്യം വേണം, താളം വേണം, അഭിനയം വേണം, എല്ലാം ഉണ്ടെങ്കിൽ അത് ഡ്രാമയാവും. ഇത് രണ്ടും ഉൾപ്പെടാത്ത എന്നാൽ ഗരുഡംപറവ് വേറെ കലാരൂപമുണ്ട്. അല്ലെങ്കിൽ ഗരുഡം വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേതാളത്തിന്റെ രക്തം മതിയാവാണ്ട് കുടിക്കാനായിട്ട്, വേതാളത്തിന്റെ കുടിച്ചു തീർക്കാൻ, അങ്ങനെ ഒരു സങ്കല്പമാണ് പറയുന്നത്. അത് ഗരുഡം തൂക്കമായിട്ട് വേറെ അവതരിപ്പിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളില്. അത് മുടിയേറ്റ് കഴിഞ്ഞിട്ടാണ് മിക്ക ക്ഷേത്രങ്ങളും പതിവ്. അപ്പൊ പിന്നെ ഈ വേതാളത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു സമ്പൂർണ്ണത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 വേഷവും കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നു അങ്ങനെ എന്തെങ്കിലും കാണിച്ച് ജനങ്ങളെ ഒന്ന് ഇതാക്കാം, അല്ലെങ്കിൽ പറയാനുള്ളത്. പക്ഷെ സമ്പൂർണ്ണം എന്ന് എനിക്ക് ഞാൻ അതിനൊരിക്കലും ഉൾക്കൊള്ളില്ല. പഴയകാല മുടിയേറ്റ് പാട്ടുകാരെ പോലെ ഇന്നത്തെ യുവതലമുറയിൽ മുടിയേറ്റ് പാട്ട് കൃത്യമായ ചിട്ടയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആരുടെയെങ്കിലും പേരെടുത്ത് പറയാൻ സാധിക്കുമോ? പാലു ദാമോദരന്റെ പാട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ പാട്ട്. അദ്ദേഹത്തിന്റെ പാട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ മാണി, നാരായണമാരാർ എന്ന പേരുള്ള മാണിയുടെ പാട്ട് ടോപ്പ് പാട്ടായിരുന്നു. പാട്ടിന് അവരെ മുടിയേറ്റിൽ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. അതിനുശേഷം ഇപ്പൊ പുതിയ തലമുറ, അല്ലെങ്കിൽ ഞാൻ വേഷം കെട്ടിക്കഴിഞ്ഞ് പിന്നെ പാടാനും ഒക്കെ ആയിട്ട് വന്ന പിള്ളേരെ എടുക്കുമ്പോൾ ശരിക്കും മുടിയേറ്റ പാട്ട് ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്ന് രജീഷ് പാടാറുണ്ട്. മുത്താവ് രജീഷ് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ മുടിയേറ്റ് പാടിയിട്ടുമുണ്ട്. പാഴൂർ ജിതിൻ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്, നല്ല ശബ്ദമാണ്. അത് ദാമോദരന്റെ ചെറുമാനായിരുന്നു. ദാമോദരന്റെ സെയിം ശബ്ദവും കിട്ടുന്ന ആ ശൈലി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അനൂപ് എന്ന് അറിയപ്പെടുന്ന മോഹിനി നല്ല സോപാന സംഗീതമാണ്. പക്ഷെ മുടിയേറ്റിന്റെ ശൈലി പൂർണ്ണമായിട്ടും മോഹിനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അനൂപിന് കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല സോപാന സംഗീതജ്ഞനാണ്, നല്ല തെലുങ്ക് സോപാന സംഗീതജ്ഞനാണ്. പിന്നെ എന്റെ കൂടെ ഇപ്പൊ പാടുന്ന യാദവേന്ദ്ര ശങ്കർ എന്ന് പറഞ്ഞ അവന്റെ പാട്ടും കുഴപ്പമില്ല, തെറ്റില്ലാണ്ട് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. മേളത്തിന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. മേളത്തിന്റെ കാര്യത്തിൽ മുടിയേറ്റിന്റെ ചിട്ടയായിട്ട്, അല്ലെങ്കിൽ മുടിയേറ്റിന്റെ ചിട്ടകളാണ്, മുടിയേറ്റിന്റെ സാധക പവർ അല്ല അവിടെ കാണിക്കുന്നത്. മുടിയേറ്റിന്റെ ചിട്ടകളും കാര്യങ്ങളും മനസ്സിലാക്കി വേഷക്കാരന് പൊട്ടിക്കൊടുക്കുകയാണ് കൂട്ടുകാരന്റെ ധർമ്മം. അത് ചെണ്ട എത്ര സീനിയർ ചെണ്ടക്കാരനായാലും അവൻ വേഷക്കാരന്റെ പക്കമേളക്കാരനാണ്, എത്ര ജൂനിയർ വേഷക്കാരനാണെങ്കിലും അവന്റെ പക്കമേളക്കാരനാണ്. ഇപ്പൊ കൃഷ്ണൻകുട്ടി പൊതുവാണ് പണ്ട് കഥകളി കുട്ടിക്കൊണ്ടുപോയി ജൂനിയർ ആർട്ടിസ്റ്റ് കൃഷ്ണൻ കെട്ടി അല്ലെങ്കിൽ പുറപ്പാടിന് വന്നാലും അദ്ദേഹം പക്കമേളക്കാരനാണ്. പക്ഷെ അവർ സീനിയർ ആയെന്ന് അവർക്ക് റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ആ പക്കമേളം വായിക്കുമ്പോൾ ഈ വേഷക്കാരനെ അറിഞ്ഞു വായിക്കുന്നവനാണ് ഏറ്റവും നല്ല ചെണ്ടക്കാരൻ. അത് ഇന്നിപ്പോ എല്ലാവരും അവരവരുടെ സാധക മികവ് കാണിക്കുക. പിന്നെ നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും അങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്താലും മതി. അതിന് ചിലപ്പോൾ പിള്ളേരാകുമ്പോൾ അവരോട് വഴക്ക് പറയേണ്ടി വരും. ഇപ്പൊ എന്റെ പുറപ്പാടിന് കുട്ടി കാണാനാണ് രജീഷ് ഞാനത് പിള്ളേരോട് പറയും, വേഷക്കാരന്റെ അനുസരിച്ച് കൊടുക്കണം. വേഷക്കാരൻ എന്ത് ചെയ്യുകയാണെങ്കിൽ പിടിച്ചു കൂട്ടുക. വേഷം ചെയ്യുമ്പോൾ പിടിച്ചു കൊടുക്കണം, അങ്ങനെ പിടിച്ചു കൊടുക്കുന്നതാണ്. ഇന്നിപ്പോ എന്റെ കൂടെ കൂട്ടുന്ന യാദവേന്ദ്രൻ ദിനിലുമാണ്. അവർക്ക് സാധനമുണ്ട്, അവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നവരാണ്. പിന്നെ മേളത്തിന്റെ രാജേഷ് തിരുമുറ, രാജേഷും സുരേഷും നന്നായിട്ട് മേളം ചെയ്യുന്നവരാണ്. അങ്ങനെ പിന്നെ ഇപ്പൊ ചേട്ടൻ, എന്റെ ചേട്ടൻ കേരളം ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ തിരുമുറയിൽ വിജയൻ ചേട്ടൻ അച്ഛന്റെ മരുമകനാണ്. ഇവര് കൂട്ടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനും എതിരില്ലാത്ത കൂട്ടായിരുന്നു. അവരുടെ കുട്ടികളും പറയപ്പെടുന്ന കുട്ടികൾ തന്നെയായിരുന്നു. നന്നായിട്ട് ചെണ്ട കൈകാര്യം ചെയ്തിരുന്ന 2 വ്യക്തികളാണ്. വിജയനേരം വേഷങ്ങളും ചേർന്ന് ചേട്ടൻ കോയി പ്രായം അങ്ങനെയുള്ള വേഷങ്ങളാണ് ചെയ്യാറധികം. അവരും നന്നായിട്ട് എടുത്ത് ഇതിനു മുമ്പുള്ള തലമുറയിൽ പറയുമ്പോൾ അവരാണ്. പിന്നെ അവരൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു. അച്ഛനും ബാലചന്ദ്ര ഇവരൊക്കെ എല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ദാരിക വേഷം ചെയ്യുന്ന കലാകാരന്മാര് കാണികളെ
ഉപദ്രവിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്ന് പറഞ്ഞ ദാരിദ്ര്യ സമയത്ത് ആർക്ക് കുടിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു അസുരലോകമാണ്. അവന്റെ പടയാളികള് അല്ലെങ്കിൽ അവന്റെ പ്രജകളാണ് അത് കൂടുതൽ. അപ്പൊ അവരെ എന്തിനാ നമ്മൾ ഉപദ്രവിക്കണേ? ഇപ്പൊ എന്റെ വീട്ടിലുള്ള ആളെ ഞാൻ ഉപദ്രവിക്കുന്നതിൽ അർത്ഥമാണ് ഒന്നത്. പിന്നെ അവര് ഞാൻ പ്രേക്ഷകരുടെ സ്ഥാനത്ത് നിന്ന് അവരെ കാണുമ്പോൾ അവര് കാണാതിരിക്കുന്നവരാ. അവരെ കാണാതിരിക്കുന്നവർ ശല്യം സഹിച്ച് വീണ്ടും അവർ അകലേക്ക് പോകുകയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത ആൾ കാണാനുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രവണത വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മുടിയേറ്റിലൊരു പ്രധാന കഥാപാത്രമാണല്ലോ കൂളി. കൂളിയുടെ ഇന്നത്തെ ഒരു അവതരണ രീതി കാണികളിട്ട് ഓടിക്കുക, അവരെ സദസ്സിലിട്ട് അപമാനിക്കുക, അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അങ്ങക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കൂളി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് വലിയൊരു കഥാപാത്രം. ഞാൻ ഈ ഉത്സവപ്പറമ്പുകളിൽ ആരും മനസ്സിലാക്കാത്ത ഒരു കഥാപാത്രം. ഉത്സവപ്പറമ്പുകളിൽ ഇപ്പൊ അയാൾ ആദ്യം പറഞ്ഞ പോലെയാണ് കൂളി ഓടിക്കും, അപമാനിക്കും എന്നുള്ള ഒരു രീതിയാണ് ഇന്ന് കൂളിയെ പിടിച്ചെടുക്കുന്നത്. അത് കൂളി തന്നെ ഒരു പരിധി വരെ അങ്ങനെ സംസാരത്തിലൂടെ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ആയിപ്പോയതാണ്. പക്ഷെ കൂളി അതല്ല, കൂളി വളരെ ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെയ്യേണ്ട രൂപത്തിൽ ആ കഥാപാത്രം ചെയ്താൽ അത്ര ശ്രേഷ്ഠമാണ്. പക്ഷെ ഇന്നത്തെ ജനത്തിന്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കൂളി അങ്ങനെ ഓരോന്ന് പറയാൻ നിർബന്ധിതനായി പോവുകയാണ്. കാരണം പണ്ടത്തെ രീതിക്കാണെങ്കിൽ അതില്ല. എൻ്റെ കൂടെ ഒരുപാട് പ്രായമായിരിക്കും കൂളി കെട്ടിയിട്ടുണ്ട്. അന്നത്തെ കൂളി പെരുമാറുന്ന രീതിയിലാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ഈ ഡയലോഗ് വരില്ല, അപമാനിക്കുന്ന രീതിയിലുള്ള. അന്ന് കൂളിക്കാൻ. പക്ഷെ ജനറേഷൻ മാറിയപ്പോ അന്ന് കേട്ട കോമഡി ഇന്നത്തെ ജനം ഉൾക്കൊള്ളുന്നില്ല. അന്ന് പറയുന്ന ആ കോമഡികൾ ഇന്ന് കേട്ട ചിരി വരുന്നില്ല പിള്ളേർക്ക്. അവര് അതിലും വലിയ ഒരുപാട് കോമഡികൾ കേട്ട് കിടക്കുക. അപ്പൊ അതുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ എന്താ പക്ഷെ ഒരാളെ മാത്രം സ്കെച്ച് ചെയ്ത് അയാളെ ഒന്നും ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വിളക്കത്തുനിന്ന് ഒരുപാട് ഓടിപ്പോയി, വിളക്കത്തുനിന്ന് ഒരു പരിധി വിട്ട് ഒരുപാട് ഓടിപ്പോകരുത്. കൂളിയായാലും ഏത് വേഷക്കാരായാലും. കാരണം ആ ഫ്രെയിം നഷ്ടപ്പെടും അവിടെ. ആ ഫ്രെയിം നഷ്ടപ്പെട്ട അവിടെ ശൂന്യമായിട്ട് കിടക്കും. വിളക്ക് മാത്രം കൂളി രംഗത്തില്ല. അപ്പൊ അവിടെ ഫ്രെയിമിന് പ്രാധാന്യം ഇല്ലാതെ ആ കൂളി വിളക്ക് വിട്ടു പോകാണ്ട് കൗണ്ടറുകൾ പറയാം. പിന്നെ ഇപ്പൊ ഇയാളെ എടുത്തോണ്ട് പോയി അപമാനിക്കുന്ന രീതിയാന്ന് പറഞ്ഞു. ഇയാളെ കൂളി എടുത്തോണ്ട് പോകുന്ന ഒരു നിമിഷം ഇയാൾ ഒന്നും അല്ലാണ്ടായി പോവുകയാണ്. ഇയാളുടെ സകല ഈഗോയും മറന്ന് ഇയാളുടെ വ്യക്തിത്വം പോലും ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഈഗോയെ കളഞ്ഞൊരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നാണ്. അതാണ് പ്രേക്ഷകരെല്ലാം കൂളിയുടെ മക്കളായിട്ടാണ്. ഒരു കുട്ടിയുടെ അവസ്ഥ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. നിങ്ങൾ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്നുമല്ല, ഞാൻ വെറും ഒരു ശിശുവാണ് എന്നുള്ള രൂപത്തിൽ സന്ദേശമാണ് അവിടെ തന്നെ. ഒരിക്കലും അപമാനിക്കണേ അങ്ങനെയുള്ള രീതിയിൽ എടുക്കരുത്. അങ്ങയുടെ കുടുംബം, കുട്ടികൾ, അവരെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങയുടെ പാത അവർ പിന്തുടരുന്നുണ്ടോ? എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. മൂത്ത ആള് ഇപ്പൊ +2 പഠിക്കുന്നു. അവള് ഭരതനാട്യം, കുച്ചിപ്പിടി, ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് ഭരതനാട്യം കുച്ചിപ്പിടി അരങ്ങേറ്റം കഴിഞ്ഞു. ഭരതനാട്യം ഇപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് തന്നെ 3-4 വർഷമായി. എനിക്ക് കുച്ചിപ്പിടി കഴിഞ്ഞ വർഷമാണ് അരങ്ങേറ്റം. ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് കടന്നുണ്ട്, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് 8ല്. അവള് ഡാൻസ് അല്ല, അവൾക്ക് പാട്ട് വരെയാണ് കൂടുതൽ ഇഷ്ടം. അവൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് 8ാം ക്ലാസ്സിൽ പോയി. അങ്ങനെ ഊണും കുഴപ്പമില്ലാണ്ട്. വൈഫിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വൈഫിന്റെ വീട് കോട്ടയം തിരുവാർപ്പാണ്. ജയശ്രീ എന്നാണ് പേര്. മുടിയേറ്റിന് ഓരോ പ്രദേശത്തും ഓരോ ശൈലിയാണ്. അതെന്തായിരിക്കും അങ്ങനെ വരാൻ കാര്യം? മുടിയേറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിന് തെക്കോട്ടും, തൃശ്ശൂര് തന്നെ ഇല്ല, ചാലക്കുടി പുഴയ്ക്ക് തെക്കോട്ടും കോട്ടയത്തിന് വടക്കോട്ടുമാണ് ഉള്ളത്. ഏകദേശം ഇപ്പൊ നിലവിലൊരു 12 ട്രൂപ്പുകൾ ഉണ്ട്. അതിന്റെ കൊരട്ടി, അതായത് എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെയും ബോർഡറാണ് കൊരട്ടി എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ പ്രവൃത്തി മേഖല മുഴുവൻ എറണാകുളം ജില്ലയിലുമാണ്. അവരുടെ അവതരണ രീതിക്കും വേഷവിധാനത്തിനും എല്ലാം മാറ്റങ്ങളുണ്ട് ആവശ്യമായിരിക്കും. അപ്പൊ കാളിക്ക് കുപ്പായമില്ല, അങ്ങനെയുള്ള. പിന്നെ അവതരണ രീതിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും മിത്തെന്ന് പറയുന്നത് അരിയാവതം. പക്ഷെ ഇതിപ്പോ പ്രാദേശികമായിട്ട് എങ്ങനെ ഈ ഒരു കഥ തന്നെ മാറ്റം വന്നു വെച്ചാൽ, ഒരു പക്ഷെ തൃശ്ശൂർ ജില്ലക്കാരനായി അവിടുത്തെ അന്നത്തെ കാരണവർക്ക് ഭാവനയില് അങ്ങേർക്ക് തോന്നിയ വേഷവിധാനങ്ങളും രീതികളുണ്ട്. അതായിരിക്കും അവരുടെ ശൈലിയായിട്ട് വരാൻ കാരണം. ഇവിടെ കുന്നക്കാരി ശൈലിക്ക് അന്ന് അവർക്ക് അങ്ങനെ ആ കാരണവന്മാരുടെ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഒരു അവതരണ രീതിയിലും ഒരു ഇതുമായിരിക്കും. എന്നാൽ സാഹിത്യം ഏകദേശം എല്ലാവരും ഒരുപോലെയാണ് എന്തായാലും. അവിടെ ഇവിടെയും ചില പണ്ട് ലിഖിതമല്ലാത്തത് കൊണ്ട് വായ്മൊഴിയായിട്ട് കിട്ടിയത് കൊണ്ട് അവിടെ ഇവിടെ മാറ്റങ്ങൾ, ചില വാക്കുകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. വരികളും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി മുകളിൽ കയറി ഇറങ്ങി വരുന്നുണ്ടെന്നല്ലാതെ സാഹിത്യത്തിന് ഒരുപാട് മാറ്റങ്ങളില്ല. ഈ അവതരണ രീതിക്കും വേഷങ്ങൾക്കുമാണ് കൂടുതലായിട്ട് മാറ്റങ്ങൾ. അങ്ങ് 5ഓളം വിദേശ രാജ്യങ്ങളിൽ മുടിയേറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
അമേരിക്ക ഹിന്ദു നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹിന്ദുക്കള് ആയിട്ടുള്ള നോർത്ത് അമേരിക്കക്കാര് ഒത്തുചേർന്നിട്ടൊരു സംഘടനയാണ് 2017 അത് 4 ദിവസത്തെ പരിപാടിയാണ്. അത് ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്വപ്ന ലോകമാണെന്ന് അതിനകത്ത് പോകാൻ പറ്റി. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ചിന്തിക്കുന്ന ഒരു ഓഡിറ്റോറിയങ്ങള്, ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അത് നമ്മളൊരു 10 പ്രാവശ്യം ചിന്തിച്ചാൽ പോലും അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ഒരു 15-20 അങ്ങനെ നിലയുള്ള ഒരു ഇതിനകത്തായിരുന്നു ഞങ്ങൾ താമസിക്കണേ ഹോട്ടലിൽ. അതിനകത്ത് 10ാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ. അതിനകത്ത് തന്നെ 4 ഓഡിറ്റോറിയത്തിൽ പകല് മുഴുവൻ പരിപാടി നടക്കുക. അവരുടെ പിള്ളേരുടെ മത്സരങ്ങളും പരിപാടിയാണ്. രാത്രി മുഴുവൻ തെയ്യം, മുടിയേറ്റ്, കഥകളി, പഞ്ചവാദ്യം, ഇങ്ങനെ എല്ലാം കൂടെ ഉള്ള ഓരോ ദിവസവും ഓരോ പരിപാടിയായിട്ട് നടക്കുക. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം അങ്ങനെ ഒരു 10,000 ഹിന്ദുക്കളായിട്ടുള്ള നോർത്ത് ഇന്ത്യക്കാർ അവിടെ ആ ഹോട്ടലിൽ തന്നെ താമസവും അവിടെ 4 ദിവസം പരിപാടി. പിന്നെ സിംഗപ്പൂർ സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പോകാൻ ഇവിടെ നമ്മുടെ സൂര്യ അസോസിയേഷൻ അത് അവിടെയും രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സിംഗപ്പൂർ പോയത്. അതും ഇവിടെ നിന്ന് ചെന്ന പ്രമുഖര് പരിപാടി, ഇപ്പൊ MS സുലക്ഷ്മി യേശുദാസൊക്കെ പോയി അവിടെ അവതരിപ്പിച്ച ആ പ്ലേസിൽ ഞങ്ങൾക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റും. എക്സ്പെലന്റ് എന്ന് പറഞ്ഞ ദിവസം അത് തന്നെ ഒരു ഭാഗ്യം. കാരണം അവിടെ അവതരിപ്പിച്ച അവരൊക്കെ ചെന്ന് എന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ച അത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നാളെ നമ്മുടെ ഫോട്ടോയും അവിടെ വരും. അങ്ങ് ധാരാളം വേദികളിൽ മുടിയേറ്റ് അവതരിപ്പിച്ച ആളാണ്. ഏതെങ്കിലും വേദികളിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, മോശം അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉത്സവ പറമ്പുകളിൽ ഒരുപാട് രീതിയാണ്. പല സ്ഥലത്ത് ഞാൻ തന്നെ ഒരു വർഷം 100 മുടിയേറ്റ് 115 മുടിയേറ്റ് ഒരു വർഷം കളിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ ആവറേജ് ഒരു 100 മുടിയേറ്റിന്റെ അടുത്ത് ഞാൻ കളിക്കുന്നുണ്ട്. ഈ 100 സ്ഥലത്ത് 100 പല സൈസ് 100 സ്ഥലത്ത് 100 പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ പല പ്രേക്ഷകരാണ്. അവരുടെ സ്വഭാവം പല രീതിയാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഉത്സവപ്പറമ്പിൽ അവർക്ക് മുടിയേറ്റായാലും തെയ്യമായാലും പടയണിയായാലും അവിടെ കഥകളി നടന്നാലും കൂടിയാട്ടം നടന്നാലും എന്ത് നടന്നാലും ചിലർക്ക് വിഷയമല്ല. അവർക്കത് ആഘോഷമാണെന്ന് നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ആഘോഷം നോക്കുമ്പോൾ ഇന്നത്തെ തലമുറയിൽ അടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു പറമ്പിൽ നിന്ന് ബഹളം ഉണ്ടാക്കുക, അടി ഉണ്ടാവുകയും ചെയ്ത് ആ പരിപാടിക്ക് ഒരുപാട് ബാധിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ തന്നെ ഇടപെട്ട് അത് മാറ്റിവിട്ടിട്ടുണ്ട്. എന്റെ പരിപാടി അവിടെ മോശമാവരുത്. അല്ലെങ്കിൽ പാർക്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നേരെ സ്പ്ലിറ്റായി അതായി ഇതായി ആ പരിപാടിക്ക് ലാഗ് വന്നു, അങ്ങനെയുള്ള സംസാരങ്ങൾ അത് വരാണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ അവരെ പോലും ഞാൻ മാറ്റിവിട്ടിട്ടുണ്ട്. അങ്ങനെ മാക്സിമം ഒരു മോശം അഭിപ്രായം വരാത്ത രീതിയിൽ അങ്ങോട്ട് പെരുമാറി ഞാൻ പോരാറുള്ളൂ. കാരണം മോശം വരരുതെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ പ്രേക്ഷകരുടെ അടുത്ത് നിന്നൊന്നും ഒരു മോശാഭിപ്രായം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മോശാഭിപ്രായം വന്നാൽ ഞാൻ സഡൻലി പ്രതികരിക്കുന്നയാളാണ്. സഡൻലി അങ്ങനെ എന്തെങ്കിലും എനിക്ക് പുറപ്പാട് കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പൊ വെള്ളം അടിച്ച ക്ഷേത്രത്തിൽ വന്നാണ് ഞാൻ പറഞ്ഞു അവരുടെ ഉത്സവം അവർ ആഘോഷിച്ചോട്ടെ, നമുക്ക് വരാതെ. എനിക്ക് തടസ്സം എന്ന് വന്നാൽ ഞാൻ അപ്പൊ തന്നെ എന്നെ പ്രതികരിക്കുന്നയാളാണ്. അത് എന്തോ എനിക്ക് തോന്നും ഞാനത് ചെയ്യും, അപ്പൊ തന്നെ പ്രതികരിച്ചേക്കും. അതിന് എൻ്റെ കൂടെ ജനങ്ങൾ സപ്പോർട്ടേ ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും അത് തിരിച്ചൊരു അവനെ പിടിച്ച് തള്ളി മാറ്റി വിട്ടു അല്ലെങ്കിൽ പിടിച്ച് മാറ്റി വിട്ടു അത് മോശമായി പോയി എന്നുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് നന്നായി അത് ചെയ്തു എന്നാണ് പിന്നെ ജനങ്ങളോട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചേട്ടൻ ചെയ്തു, അതേ ഉള്ളൂ. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എനിക്ക്. അല്ലാണ്ടൊരു ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്ന് ഏത് ആർട്ടിസ്റ്റും പോരാൻ പറ്റുള്ളൂ. കാരണം ഒരു ഉത്സവ പറമ്പിൽ ചെന്ന പല പ്രതിസന്ധികളും ഉണ്ട്. അതിനെ തരണം ചെയ്ത് കുഴപ്പമില്ലാണ്ട് അവരെ കൊണ്ട് ചീത്തായത് പറയിപ്പിക്കാണ്ട് നമ്മൾ മാക്സിമം പോരുക. മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയെ തൻ്റെ ജീവനാടിയായി കൊണ്ട് നടക്കുന്ന ശ്രീ കീഴിലം ഉണ്ണികൃഷ്ണാശാന് ഇനിയും ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരു തുടക്കക്കാരനായ എന്നെ ഇൻ്റർവ്യൂവിന് പരിഗണിച്ച ആശാന് 1000 നന്ദി. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചെയ്തു വയ്ക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്